ഒരു ഫാമിലി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട ഇണ വിദേശത്തേക്ക് യാത്ര പോയിട്ട് 5 വർഷമായി. ഇതുവരെ അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഫോൺ കോളുകളില്ല, മെസ്സേജസുകളില്ല. എന്താണ് അവരുടെ അവസ്ഥ എന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. കൂട്ടുകാരോടും മറ്റുമൊക്കെ അന്വേഷിക്കുമ്പോൾ കൃത്യമായ വിവരണങ്ങൾ ലഭിക്കുന്നില്ല. ആദ്യകാലങ്ങളിലൊക്കെ നന്നായിട്ട് ഫോൺ കോളുകളും മെസ്സേജസുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇടയായിട്ട് തീരെ മെസ്സേജസുകൾ പോലും കാണുന്നില്ല. അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് റീപ്ലൈ കിട്ടുന്നില്ല. ഫോൺ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് അറ്റൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധിയിലാകുന്നു അവർ. ഈ ഒരു വിഷയം കാരണമായിട്ട് ചെലവിന് പോലും കിട്ടാതെ വളരെയധികം പ്രയാസത്തിൽ കഴിയുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമേറിയ ഒരു ഇസ്മ 400 തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അപ്പൊ എന്തോ ഒരു ദേഷ്യം അവർക്ക് കുടുങ്ങിയതുപോലെ, എന്തോ ഒരു വെറുപ്പ്, തെറ്റിദ്ധാരണ മൂലമൊക്കെ മറ്റോ ഉണ്ടായതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആ ഇസ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അവരത് മുറപ്രകാരം ആ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുകയും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം കൃത്യമായി അത് പാലിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് 7 നാൾ കഴിഞ്ഞ ഉടനെ അവരിലേക്ക് ഒരു ഫോൺ കോളുകളും മെസ്സേജുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നവരിലേക്ക് അവർ തന്നെ നേരിട്ട് 5 വർഷമായി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാത്ത അവർ നാട്ടിലേക്ക് എത്തുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അവരെയൊക്കെ കണ്ടു. യാതൊരു അല്ലലും അലട്ടലുമില്ലാതെ വളരെ സുഖകരമായ നിലയിൽ ആ ദാമ്പത്യ ജീവിതം എന്ന നൗക അവരിരുവരും ഒന്നിച്ച് തുഴയുകയും ചെയ്തു. വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു അത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നവര്, കുടുംബ ജീവിതത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കാരണമാകുന്ന അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മുണ്ട്. മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ സന്തോഷവും റാഹത്തും അഭിവൃദ്ധിയൊക്കെ ലഭിക്കാൻ, കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളുള്ളവര്, ദാമ്പത്യ ജീവിതം തകരാറിലായവര്, അവർക്കൊക്കെ ഒരു നല്ല ജീവിതം തിരിച്ചു ലഭിക്കാൻ കാരണമാകും ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ വേറെയും നേട്ടങ്ങളുണ്ട്. ഈ ഇസ്മ സ്ഥിരമായി ചൊല്ലുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചൊല്ലുമ്പോൾ ആ മക്കള് നന്നായി തീരാൻ കാരണമാകും. ലഹരിക്കും മദ്യത്തിനും കഞ്ചാവിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മക്കളുള്ള കാലാണ്. അപ്പൊ അവരുടെയൊക്കെ ആ ദുസ്വഭാവം മാറിയിട്ട് നല്ല സ്വഭാവത്തിലേക്ക് എത്താൻ ഈ ഇസ്മ കാരണമാകുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. സാധാരണയിൽ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ചൊവ്വാഴ്ചകളിൽ നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷം മാത്രമാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിക്കുമ്പോൾ ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അങ്ങനെ ബുക്ക് ചെയ്ത് ലഭിക്കുന്നവർക്കാണ് ചൊവ്വാഴ്ച കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ വരുന്ന ചൊവ്വാഴ്ച ഉണ്ടോ എന്നറിയാൻ, എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചയാണ്. ചിലപ്പോൾ ഒരു ചൊവ്വാഴ്ച ഉണ്ടായാൽ അടുത്ത ചൊവ്വാഴ്ച വേറെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏത് ചൊവ്വാഴ്ചകളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വാട്സപ്പിൽ സ്റ്റാറ്റസ് സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇവിടെയും സേവ് ചെയ്യണം, ഇവിടെയും സേവ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഇൻസ്റ്റഗ്രാമിന്റെ ID കിട്ടും. അതിൽ ആർക്കും എപ്പോഴും എടുത്തു നോക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സമാധാനവും രക്ഷയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ വിഷയങ്ങൾക്കൊക്കെ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് അൽ വദൂദ് എന്ന് പറയുന്ന ഇസ്മ. ഇവിടെ തന്നെ നേരിട്ട് വരുന്ന പല ആളുകൾക്കും നമ്മൾ ചൊല്ലാൻ വേണ്ടി കൊടുക്കുന്ന ഇസ്മും കൂടെയാണ് അൽ വദൂദ് എന്ന് പറയുന്ന ഇസ്മ. വുദ് എന്ന പദത്തിൽ നിന്നാണ് അൽ വദൂദ് എന്ന് പറയുന്ന ഇസ്മ ഉത്ഭവിച്ചിട്ടുള്ളത്. അമൂല്യമായ ഒരു ഇസ്മാണ് ഈ ഇസ്മ. സ്നേഹാധിക്യമുള്ളവൻ, സ്നേഹസമ്പന്നൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. അള്ളാഹു അവന്റെ അടിയാറുകളായ അടിമകളോട്
അടിമകളോ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അള്ളാഹു അവന്റെ അടിമകളെ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ സ്നേഹിക്കുകയും അങ്ങനെ സ്നേഹിച്ചു കഴിയുമ്പോൾ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളുടെ ഒരു ഉറവ തന്നെ അവരിലേക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഉറവുകൾ അവരിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹു നമ്മെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ഇഷ്ടപ്പെടാൻ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോ ഇസ്മുകളെ കുറിച്ചും പറയുമ്പോൾ ആ ഇസ്മുകളുടെ അർത്ഥവും അതിന്റെ ആശയങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടാണ് അതിന്റെ അമലിലേക്ക് പ്രവേശിക്കാറുള്ളത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ആ അമലിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആ ഒരു അമല് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥവും ആശയവും അറിഞ്ഞു മനസ്സിലാക്കി ചെയ്യുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ വുദ് എന്ന പദത്തിൽ നിന്നാണ് ഇത് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം സ്നേഹാധിക്യമുള്ളവൻ, സ്നേഹസമ്പന്നനായ അള്ളാഹുവേ എന്നൊക്കെയാണ് ഇതിനർത്ഥം. അള്ളാഹു അടിമകളെ സ്നേഹിക്കുക, നമ്മയൊക്കെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് നമ്മെ സ്നേഹിക്കാൻ വേണ്ടി അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മിലേക്ക്, അനുഗ്രഹങ്ങളുടെ പുഴ തന്നെ നമ്മിലേക്ക് ഒഴുക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം അള്ളാഹു നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോ അള്ളാഹു നമ്മെ സ്നേഹിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ഉണർത്താവുന്നതാണ്. അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെ? അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞത്. അപ്പൊ അള്ളാഹു അങ്ങനെ നമ്മുടെ ഇബാദത്ത് കാരണമായിട്ടും നമ്മുടെ ഏകാന്തതയിലുള്ള റബ്ബിന്റെ മുമ്പിലുള്ള സമർപ്പണം കാരണമായിട്ടും നമ്മൾ ഏകാന്തമായിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പാതിരാത്രി എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ ഒഴുക്കുന്ന കണ്ണുനീർത്തുള്ളിക്ക് വലിയ വിലയുണ്ടെന്നാണല്ലോ. അങ്ങനെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് കാരണമായിട്ടൊക്കെ അള്ളാഹു അങ്ങേയറ്റം നമ്മെ ഇഷ്ടപ്പെടുമ്പോൾ എത്രയോ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ചൊരിഞ്ഞു തരും. ഇതിന്റെ അർത്ഥം അള്ളാഹുവിനൊരു നമ്മുടെ ഇബാദത്ത് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രയാസം കണ്ടിട്ട് അള്ളാഹുവിനൊരു നിസ്സഹായാവസ്ഥ തോന്നിയിട്ട് അള്ളാഹുവിന് മനസ്സലിഞ്ഞിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തരാ എന്ന അർത്ഥത്തിലല്ല. കാരണം ഈ മനസ്സലിയ എന്നുള്ളതൊക്കെ ഒരു ദൗർബല്യമാണ്, അതൊരു നെഗറ്റീവാണ്. ഒരാൾ മനസ്സലിഞ്ഞു പോവുക, അത് വേറെ സൃഷ്ടാവിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയാകുമ്പോൾ അത് അള്ളാഹുവിനൊരു ദൗർബല്യത അള്ളാഹുവിലേക്ക് ചേർത്തലാകും. അപ്പൊ അവിടെ അങ്ങനെയല്ല അർത്ഥം വരുന്നത്. നമ്മൾ അള്ളാഹു അവന്റെ അടിമകളെ നന്നായിട്ട് ഇബാദത്തുകൾ ചെയ്യുന്ന കാരണമായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാല് അള്ളാഹു അല്ലാതെ മറ്റാരെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അതിനെക്കുറിച്ച് പലപ്പോഴും കൂടുതലായിട്ട് എവിടെയും ചർച്ച ചെയ്യപ്പെടാറില്ല. അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അടങ്ങാത്ത ഹുബ്ബ് നമുക്ക് വേണം. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ കഴിയണം. അത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അവരുടെ ഒരു വളരെ പ്രശസ്തമായ ഒരു ദുആ ചരിത്രങ്ങളിൽ കാണാവുന്നതാണ്. നഫീസത്തുൽ മിസ്രിയ നിസ്കരിക്കുന്നത്, നോമ്പനുഷ്ഠിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ദുആയിൽ കാണാം, അവര് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് നിന്റെ സ്വർഗം ലഭിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ നഫീസക്ക് നിന്റെ സ്വർഗം വേണ്ടതില്ല. ഈ നഫീസ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് നിന്റെ നരകത്തിനെ പേടിച്ചിട്ടാണെങ്കിൽ ഈ നഫീസയെ നീ നരകത്തിലിട്ടോ, അത് കുഴപ്പമില്ല. എനിക്ക് അല്ലാഹു ആകുന്ന നീ മതി എന്നുള്ളതാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പ്രശസ്തമായ ദുആ. അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചു പോയി, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയി, അല്ലാഹുവിലെ അടങ്ങാത്ത പ്രണയമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതം വേണ്ടത്. നമുക്ക് അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടണം, അള്ളാഹുവിനെ സ്നേഹിക്കണം. ഭയപ്പെട്ടുകൊണ്ടുള്ള ഇബാദത്ത് അതിനേക്കാളും കുറച്ചും കൂടെ മധുരമുള്ളതാണ് സ്നേഹിച്ചുകൊണ്ടുള്ള ഇബാദത്തിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക, തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുക, സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക. ഇതൊക്കെ ഒരു മനുഷ്യപ്പറ്റുള്ളവരുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം നാം നിർവഹിക്കേണ്ടതാണ്. ഈ
ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നതും അതാണ്. ഈ ഇസ്മിന് അമൂല്യമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ടുള്ള അമലുകൾ ഇൻഷാ അല്ലാഹ് നമ്മളിത് ഈ ഇസ്മിനെ കുറിച്ച് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇതിന്റെ അമലുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ അതിന്റെ ആശയങ്ങളും കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പല വിഷയങ്ങളും സൂചിപ്പിക്കാറുള്ളത്. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാനും സുഖകരമാക്കാനും ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനും വളരെയധികം ഫലം ചെയ്യുന്ന ഒരു ഇസ്മാണ് അൽ വദൂദ് എന്ന് പറയുന്ന ഇസ്മ. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ നമ്മുടെ കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം ഇതൊക്കെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ഇസ്മ. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു അനുഭവം, ആ അനുഭവം അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ടാണ്. ഇത് ഈ ഇസ്മിന് ആ ഒരു അർത്ഥങ്ങളും ആ ആശയങ്ങളൊക്കെ നമ്മുടെ കുടുംബ ജീവിതവുമായും ദാമ്പത്യ ജീവിതവുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധമുണ്ടായതുകൊണ്ട് ഇതിന്റെ ഉപയോഗങ്ങളും ഉപകാരങ്ങളൊക്കെ ആ രൂപത്തിൽ നമുക്ക് നന്നായി ലഭിക്കും എന്നുള്ളതാണ്. ആരെങ്കിലും അവരവരുടെ ഭാര്യയോടൊപ്പം കപ്പിൾസുകൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാ വദൂദ് യാ അല്ലാഹ് അല്ലെങ്കിൽ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് 1000 തവണ പ്രത്യേകം ഭക്ഷണത്തിൽ മന്ത്രിച്ച് അവരത് ഒരുമിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അത് കഴിക്കാൻ കൊടുക്കുകയോ ഭർത്താവിനത് കഴിക്കാൻ കൊടുക്കുകയോ ചെയ്താൽ അവർ ഒരിക്കലും പിന്നെ അവർക്കൊരിക്കലും വേർപിരിയാൻ സാധിക്കാത്ത രൂപത്തിൽ നല്ല സുദൃഢമായ ബന്ധമാകാൻ കാരണമാകും. ഇതൊക്കെ അൽ വദൂദ് എന്ന് പറയുന്ന ഇസ്മിന്റെ ഉപയോഗങ്ങളും ഉപകാരങ്ങളും ഒക്കെയാണ്. എപ്പോഴെങ്കിലൊക്കെ ചെയ്തു നോക്കി. നമുക്ക് പലപ്പോഴും നമ്മുടെ ഇണയെക്കുറിച്ച് അവർക്ക് വേറെ ഏതെങ്കിലും ഒരു അഫയർ ഉണ്ടോ? എല്ലാ സമയത്തും ഓൺലൈനിൽ കാണുന്നുണ്ടല്ലോ, എല്ലാ സമയത്തും മറ്റുള്ളവരോട് ചാറ്റ് ചെയ്യുന്നത് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ തെറ്റിദ്ധാരണയുടെ മേലെ തെറ്റിദ്ധാരണകൾ ഉണ്ടായതിന്റെ പേരില് ആ തെറ്റിദ്ധാരണയെക്കുറിച്ച് ഇണയോട് സംസാരിച്ചതിന്റെ പേരിലൊക്കെ ബന്ധങ്ങൾ വഷളായ എത്രയോ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ അവരോടൊപ്പം പോയത്? നിങ്ങളുടെ ഫോണൊന്ന് ഞാൻ നോക്കട്ടെ, എന്താണ് അതിലുള്ളത്? ഇങ്ങനെയൊക്കെ പലപ്പോഴും തെറ്റിദ്ധാരണയോടുകൂടെ എൻ്റെ ഇണക്ക് മറ്റൊരാളോട് ബന്ധമുണ്ട് എന്ന വ്യാജേന അന്വേഷിക്കുകയും അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ അതില്ലാന്നറിയുമ്പോൾ ഇങ്ങനെ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ളതിന്റെ പേരിൽ ബന്ധം തകർന്നവരൊക്കെയുണ്ട്. അങ്ങനെ ഭീതിയുള്ളവര്, പേടിയുള്ളവരൊക്കെ ഈ പറയുന്ന അമൽ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക. 1000 തവണ പ്രത്യേകമായിട്ടൊരു ഭക്ഷണം അതില് മന്ത്രിച്ച് പ്രത്യേകം അത് കഴിക്കുക, അത് കഴിക്കാൻ കൊടുക്കുക. സാധാരണ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതാണ്, ആ കൂട്ടത്തിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോ അവർ തമ്മിൽ വേർപിരിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ബന്ധമാണ്. ഇതൊക്കെ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളാണ്. ആ ഇസ്മുകളിലെ ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ കപ്പിൾസിനിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ, അഭിപ്രായ ഭിന്നത, ഇത് എന്തു പറഞ്ഞാലും തർക്കുത്തരം പറയുന്നവർ, എന്തു പറഞ്ഞാലും അംഗീകരിക്കാതിരിക്കുക, എന്തു പറഞ്ഞാലും അനുസരിക്കാതിരിക്കുക, എപ്പോഴും സംശയത്തോടുകൂടെ കാണുക, ഇങ്ങനെയുള്ള ഈ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുന്ന ഈ സന്ദർഭത്തിലൊക്കെ അതില്ലാതാക്കാൻ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായ സുഖകരമായ രൂപത്തിൽ മുന്നോട്ട് പോകാനും ഈ നാമം ധാരാളം തവണ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ ഇതിനെ ഊതിക്കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ വളരെയധികം ഫലം ലഭിക്കുമെന്ന് മഹാന്മാർ ഈ ഇസ്മിനെ വിശദീകരിച്ച ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അനുഭവങ്ങൾ നമുക്ക് ചെയ്തു നോക്കുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ വളരെയധികം തകരാറിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കാത്ത രൂപത്തില് ബന്ധങ്ങൾ വഷളാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ കേസുകളാണെന്നറിയോ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. വിവാഹമോചനത്തിന്റെ പേരില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് വഷളായതിന്റെ പേരിലൊക്കെ കോടതികളിൽ എത്ര കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഒരാളെ വേണ്ട എന്ന് പറയുന്ന ഡിവോഴ്സിന് വേണ്ടി കൊടുത്ത കേസുകൾ, ചെലവിന് കിട്ടാൻ വേണ്ടി കൊടുത്ത കേസുകൾ, മക്കളെ നോക്കാത്തതിന്റെ പേരില്, മറ്റു ബന്ധങ്ങൾ ഉണ്ടായതിന്റെ പേരില്, പരസ്പരം ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ സ്വന്തം ഭർത്താവിന്റെ സ്നേഹം കിട്ടാത്തവർ, ഭാര്യയുടെ സ്നേഹം കിട്ടാത്തവർ, അവർക്കിടയിൽ പരസ്പരം ഐക്യമില്ലാത്തവർ, അത് വിവാഹം കഴിച്ചുപോയി എന്നുള്ളതിന്റെ പേരില് അല്ലെങ്കിൽ മക്കളായി എന്നതിന്റെ പേരില് 2 ബെഡുകളിലായി തള്ളി നീക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഞാനിത് പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞത് വളരെ സത്യമാണ്.
എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ എഴുതി അറിയിക്കുന്നവരുണ്ടാകും. കാരണം ഇതൊരുപാട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആത്മീയമായൊരു വഴിയല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരമില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, വളരെ ആത്മാർത്ഥമായി ഇത് ചെയ്തു നോക്കൂ, നല്ല ഫലമുണ്ടാകും. കുടുംബജീവിതം തകരാറ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വേറൊരു രൂപത്തിലുള്ള ഇപ്പോഴുള്ള പ്രായമുള്ള ഉമ്മമാരിലും ഒരു 35, 40, 50 വയസ്സുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ സംഭവിക്കുന്ന, അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന, അവർക്കിടയിലുള്ള ഒരു വേറൊരു രൂപത്തിലുള്ള ചില തകരാറുകളാണ്, ചില തകർച്ചകളാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്ന, ഇപ്പോൾ ഈ അടുത്ത് 1-2 വർഷങ്ങളൊക്കെ ആയിട്ട് വൈവാഹിക ജീവിതത്തിലേക്ക് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന ചില കുടുംബങ്ങളിലൊക്കെ കണ്ടുവരുന്നത് വേറൊരു രൂപത്തിലുള്ള തകർച്ചകളാണ്. വേറൊരു എക്സ്ട്രീം ലെവലിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. പുതിയ കാലത്തെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഈ പഴയ കാലത്തിലെ ഉപ്പമാർ അവർക്കിടയിൽ സംഭവിക്കുന്ന ആ ഒരു റൂട്ടേ അല്ല. നമ്മളെടുക്കൽ ഒരുപാട് കേസസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും അനുഭവങ്ങളിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയില്ല, ഒരുപാട് കേസുകൾ. ഒരു ദിവസം തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് ഈ കുടുംബജീവിതത്തിൽ, കപ്പിൾ ലൈഫിലൊക്കെ വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന അനുഭവത്തിൽ എന്ന് പറയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭങ്ങളിൽ പറയാം. അതിനെക്കുറിച്ച് തടയിടാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഈ ഒരു ഇസ്മ, യാ വദൂദ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇസ്മാണ്. ഈ ദുഷ്പ്രവർത്തികളില്, അതേപോലെ തന്നെ ലഹരികളിലൊക്കെ മയങ്ങി ജീവിക്കുന്ന എത്രയോ ആളുകൾ, അവരൊക്കെ നല്ലവരായി തീരാൻ ഈ ഒരു ഇസ്മിനെ, ഇപ്പൊ ലഹരിക്ക് MDMA, LSD, കഞ്ചാവ്, ഇങ്ങനെ തുടങ്ങിയ പുതിയ കാലത്തെ സിന്തറ്റിക്, സെമി സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾ, വസ്തുക്കൾ, ഇതിനൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. തിരിച്ചറിയാത്ത മാതാപിതാക്കളുണ്ട്. ഇപ്പോഴും എൻ്റെ മോന് ഇതിനടിമയാണെന്ന് തിരിച്ചറിയാത്ത മാതാപിതാക്കളുണ്ട്. അതൊക്കെ തിരിച്ചറിയുന്നപ്പോഴാ ഒരു പോലീസ് കേസ് വരുമ്പോൾ, ആർക്കെങ്കിലും ഇത് വിതരണം ചെയ്തു എന്നതിൻ്റെ പേരിൽ പിടിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നാട്ടുകാർ പറയുമ്പോൾ, ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ മക്കളുടെ ഈ ഒരു ദുസ്വഭാവം മാറിക്കിട്ടാൻ, ലഹരി ഉപയോഗം മാറിക്കിട്ടാൻ, ഈ മദ്യത്തിനോടുള്ള ആസക്തി മാറിക്കിട്ടാൻ, അതിനൊക്കെ വേണ്ടി ചെയ്യേണ്ടത്, ജുമാ നിസ്കാരം കഴിഞ്ഞ്, വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് 1001 പ്രാവശ്യം യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ് എന്ന് മധുരമുള്ള ഭക്ഷണ സാധനത്തില് പ്രത്യേകം മന്ത്രിച്ച് അവർക്ക് കൊടുക്കുക. അത് അവരറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഇസ്മിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അത് ചെയ്യുമ്പോഴും അത് പ്രവർത്തിക്കുമ്പോഴൊക്കെ നല്ല ആത്മാർത്ഥതയും വിശ്വാസമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ഫലം ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ചെയ്ത് അവർക്കത് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ, കഴിക്കാൻ വേണ്ടി കൊടുത്താൽ, അവരത് കഴിക്കുകയാണെങ്കിൽ, ഭക്ഷണ സാധനത്തിൽ മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ദുസ്വഭാവം മാറിക്കിട്ടാൻ കാരണമാകും. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴുള്ളൊരു കാലഘട്ടം അങ്ങനെയാണ്. അവര് കുറഞ്ഞ സമയം നമ്മുടെ അടുക്കലുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അവർ സ്കൂളുകളിലാണ്, അവരുടെ കൂട്ടുകാർക്കിടയിലാണ്. അവിടെ നിന്ന് രൂപപ്പെടുന്ന ചില സ്വഭാവ വൈകൃതങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ് ഇതൊക്കെ. അല്ലാഹു വലിയ കാവല് നൽകി അനുഗ്രഹിക്കട്ടെ. ആളുകൾക്ക് നമ്മളെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവര് എപ്പോഴും ഒരു അവോയ്ഡ് ചെയ്യുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ടോ ആർക്കെങ്കിലും? എന്നെ തീരെ പരിഗണിക്കുന്നില്ല, ഞാൻ ഒഴിവാക്കപ്പെടുന്നു, എന്നെല്ലാവരും അവഗണിക്കപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ ഈ ഇസ്മ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം 100 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ മതി. അപ്പൊ യാ വദൂദ് യാ അല്ലാഹ് എന്നുള്ളത് ഒരു 100 തവണ ചൊല്ലലിനെ പതിവാക്കി കഴിഞ്ഞാൽ ആ ഒരു വിഷയങ്ങൾ തീരാൻ കാരണമാകും. എല്ലാവരാലും നാം ഇഷ്ടപ്പെടുന്നവരായി തീരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ അത്ഭുതങ്ങളും പൊരുളും ഈ ഇസ്മില് അടങ്ങിയിട്ടുണ്ട്. ഈ ഖൽബുകൾ കവർന്നെടുക്കാനും ജനഹൃദയങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഈ ഇസ്മിന് പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതാണ്.
ആത്മാക്കളെ ആകർഷിക്കാനുള്ള ഇതിന്റെ ശക്തി പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്മ പലപ്പോഴും സ്നേഹം ലഭിക്കാതിരിക്കുമ്പോൾ സ്നേഹസമ്പന്നമായ ജീവിതം ലഭിക്കാൻ മക്കൾക്കിടയിലെ, കുടുംബത്തിനിടയിലെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ, ഉമ്മയുടെയും മക്കളുടെയും ഇടയിലൊക്കെ സ്നേഹമുണ്ടാകാൻ ഇതുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ അമലുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ വളരെയധികം ഉപകാരമുണ്ടാകും. ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. ആ മലക്കിന്റെ കീഴില് 4 നായകന്മാരുണ്ട്. ആ ഓരോ നായകന് കീഴിലും 20 അണികളുണ്ട്. ഓരോ അണിയിലും 20 മലക്കുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ലോകങ്ങൾക്ക് കീഴിലാണ്. മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ലോകങ്ങൾക്ക് കീഴിലാണ് ഇവർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം ഐക്യമില്ലാതെ കഴിയുന്നവര്, അവരൊക്കെ അന്യോന്യം ഇണക്കി നിർത്തുന്നത് ഈ മലക്കുകളാണ്. അപ്പൊ ആ ഒരു മലക്കുകളുടെ ഒരു പ്രത്യേക സഹായവും ഖിദ്മത്തൊക്കെ നമുക്കുണ്ടാകാൻ കാരണമാകും. ഈ ഇസ്മിന്റെ, നമ്മൾ ഓരോ ഇസ്മിന്റെയും അദദുകൾ പറയാറുണ്ട്. ഈ ഇസ്മിന്റെ അദദ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഇതിന്റെയൊക്കെ അദദുകൾ കൃത്യമായി പഠിച്ചവരാണ്. വദൂദ് എന്ന് പറയുമ്പോൾ അതില് യഥാർത്ഥത്തിൽ 2 അക്ഷരങ്ങളാണുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ 4 അക്ഷരങ്ങൾ അല്ലെങ്കിൽ 2 അക്ഷരങ്ങൾ. 2 അക്ഷരങ്ങൾ വദൂദ് എന്ന് പറയുമ്പോൾ വാവ് ദാല്, പിന്നെയും വാവും ദാലാണ് അല്ലെ. അപ്പൊ 2 അക്ഷരങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത്. റിപ്പീറ്റഡ് ആയി വരുന്നു, അങ്ങനെ 4 അക്ഷരങ്ങൾ. വാവിന്റെ നമുക്കറിയാം, വാവിന്റെ അദദ് നിങ്ങൾ അദദുകളൊക്കെ പഠിച്ച ഓരോ ഇസ്മിന്റെയും ഓരോ അക്ഷരങ്ങളുടെയൊക്കെ വാവിന്റെ അദദ് എത്ര? വാവ് എത്രയാണത്? ആ, ബ്, ജ, ദ്, ഹ, വ. വാവ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ വാവിന്റെ അദദ് 6 ആണ്. ഇതൊരു കണക്ടിവിറ്റി മെത്തേഡിൽ പഠിച്ചാൽ കൂടുതൽ മനസ്സിലാവും. നമ്മൾ സ്കൂളിലെ മക്കൾക്കൊക്കെ അവരുടെ എക്സാമിന്റെ സമയത്തൊക്കെ പ്രത്യേകം അവർക്ക് അതിനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെല്ലാം കണക്ടിവിറ്റി മെത്തേഡിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവസരങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതില് ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ വാവ് 6 ആണ്. വാവ് ഇങ്ങനെയല്ലേ ഇടുക, ഇങ്ങനെ വാവ് ഇങ്ങനെയാണ്. അപ്പോ ശരിക്കും നമ്മൾ 6 എന്ന് എഴുതുമ്പോൾ അത് തിരിച്ചെഴുതുന്ന പോലെ അല്ല 6. അപ്പൊ വാവിന്റെ അദദ് 6 ആണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു കണക്ഷൻ മനസ്സിലാക്കിയാൽ മതി. വാവിന്റെ അദദ് എത്ര? വാവിൻ്റെത് നമ്മുടെ സംഖ്യകൾ എടുത്ത് നോക്കുമ്പോൾ 1, 2, 3, 4 ഒരു 6നോട് വാവിനോട് യോജിപ്പുള്ളത് 6 ആണല്ലോ. അപ്പൊ വാവിൻ്റെത് 6. പിന്നെ ദാലിൻ്റെത് 4 ആണ്. ഓരോന്നിനും ഓരോ കണക്ഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുക, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ദാലിൻ്റെത് ആ, ബ്, ജ, ദ്. ദാലിന്റെ 4 ആണ്. അപ്പൊ ദാല് 4 കണ്ട ആ ഒരു കണക്ഷൻ. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ മെത്തേഡ് നമ്മൾ ഓർമ്മശക്തി ഉണ്ടാകുന്നതിൽ മക്കൾക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഫഹമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ദിക്റുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കണക്ടിവിറ്റി മെത്തേഡ്, കണക്ഷൻ. ഓരോ വിഷയങ്ങളും പഠിക്കുമ്പോൾ ഓരോന്നിനോടും ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ കാരണമാകുന്നു. അതിലെ പെട്ടതാണ് ഈ ഒരു മെത്തേഡ്. ഇപ്പൊ നമ്മൾ വാവിന് അക്ഷരങ്ങളിലെ 6നോട് യോജിപ്പിച്ചു. ഇപ്പൊ ദാല് എന്ന് പറയുമ്പോൾ ദാലിന്റെ അദദ് 4 ആണ്. അപ്പൊ മറക്കാതിരിക്കാൻ എന്ത് ചെയ്യേണ്ടത്? ദാല് 4 രണ്ടും ഒരേപോലെ, ദാല് 4. മറ്റേ ദാൽ എന്നാട്ട ശരിക്കും പറയാം, ദാല് 4. അപ്പൊ ദാല്. അപ്പോ വാവ് എന്ന് പറഞ്ഞാൽ 6, ദാല് എന്ന് പറഞ്ഞാൽ 4. അപ്പോ 10 ആയി. പിന്നെയും ഒരു വാവും ദാല വരുന്നത്. അപ്പൊ വാവ് ഒന്നുകൂടി കൂട്ടി, ദാലൊന്നും കൂടി കൂട്ടി, അപ്പൊ അതും 10. അപ്പൊ 10 × 10 20. അപ്പൊ ഇതിന്റെ അദദ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോ ഇത് പതിവായി ചൊല്ലിയാൽ, ഈസ്മ പതിവായി ചൊല്ലിയാൽ ഇതിന്റെ ഹാദിമായ മലക്ക് വന്ന് അവർക്ക് വളരെയധികം ഈ എന്ത് വിഷയത്തിന് വേണ്ടിയാണോ ചൊല്ലുന്നത് ആ ചൊല്ലുന്ന വിഷയങ്ങളിൽ പ്രത്യേകം അവർക്ക് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏത് വിഷയത്തിന് ചെയ്താലും അതിന് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും മോചനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രത്യേകം നമ്മുടെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളും പറഞ്ഞ് പ്രത്യേകം ഈ മക്കള് വഴി പിഴച്ചു എന്നുള്ളതിന്റെ പേരിൽ എത്ര ആളുകളാണെന്നറിയോ പ്രശ്നം പറയുന്നത്. നമ്മുടെ മക്കളെ വളർത്തുന്നിടത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടെ വളർത്തേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ നിസ്കരിക്കാത്ത മക്കളുള്ള ഉമ്മമാരും ഉപ്പമാരും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ നെഞ്ചു പിടക്കുന്നുണ്ടാകും. അന്യബന്ധങ്ങളിൽ പെട്ടിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളുടെ നെഞ്ചു പിടക്കുന്നുണ്ടാകും.
അവര് എത്ര ഒഴിവാക്കാൻ പറഞ്ഞിട്ടും അന്യമതസ്ഥരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിവാകാൻ തയ്യാറാകാത്ത മക്കളുടെ മാതാപിതാക്കൾ അല്ലെ, ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മക്കളുടെ മാതാപിതാക്കൾ. നമ്മളൊക്കെ അവരങ്ങനെ വളരണം, അങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലല്ലോ. അവരൊക്കെ നിസ്കരിച്ച് നാം പറഞ്ഞതനുസരിച്ച് ഈ ഇസ്ലാമിക ചിട്ടയിലനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. പക്ഷെ എന്ത് ചെയ്യുക, അവരൊക്കെ വഴിപിഴച്ചു പോയി. ഈ വഴിപിഴച്ചു പോയതിൽ നിന്ന് അതിന്റെ കാരണക്കാരായവരുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ പ്രിയമുള്ളവരെ? നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറയൂ. ഉപ്പയും ഉമ്മയുമാകുന്ന നിങ്ങൾക്ക് ഞാനറിയൂല, ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയൂല. അത് നമ്മൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലെ നല്ല ചിട്ടയിൽ അവരെ വളർത്തണം. ചിട്ടയിൽ വളർത്തിയിട്ടുണ്ടായേക്കാം. പിന്നീട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ ഗൾഫിലേക്ക് പോയപ്പോഴോ, നമ്മൾ ഉംറയ്ക്ക് പോയപ്പോഴോ, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴോ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വന്ന ഏതെങ്കിലും സമയത്തൊക്കെ പിഴച്ച ഒരുപാട് അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെറുപ്പത്തിലെ നല്ല ചിട്ടയിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ ചിട്ടയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സ്കൂളിലെ ഒരു സെലിബ്രേഷൻ വന്നപ്പോൾ ഒരു ഡാൻസിന് അവസരം കൊടുത്തു. അപ്പോൾ മോള് വന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ മോളതൊരു പോസിറ്റീവായി എടുത്തു. അങ്ങനെ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അവസരം കൊടുത്തപ്പോൾ ചെറിയ മോളല്ലേ, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ അതില് കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്തപ്പോൾ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഒരു മോട്ടിവേഷൻ ലഭിച്ചു. ആ മോട്ടിവേഷൻ അങ്ങനെ ഹൃദയത്തിൽ വന്നു. പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം കളിച്ചതിൽ അതിനെന്താ കുഴപ്പമെന്നുള്ളതായി വീട്ടിൽ വന്നുള്ള സംസാരം. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ വഴിപിഴച്ചു പോയ എത്രയോ ആളുകളുണ്ട്. പല അനുഭവങ്ങളും നമ്മുടെ അടുക്കൽ നേരിട്ട് വന്ന് പറഞ്ഞ പലരും ഉണ്ട്. അപ്പോൾ അത്തരം മക്കളൊക്കെ നമ്മുടെ ചൊൽപ്പടിയിലും ദീനീ ചിട്ടയിലൊക്കെ വളർന്നു വരാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതൊക്കെ ജീവിതത്തിൽ പകർത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുക. ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കാതെ നിസ്കരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്ന് പറയുമ്പോഴും ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒഴിവാകാൻ പാടില്ല. ഏതു തിരക്കുകൾക്കിടയിലും എവിടെയായാലും വെള്ളമുണ്ടോ, നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നിസ്കരിക്കുക, അത് എവിടെ പോയാലും. ഇന്ന് റോഡുകളിലും വഴിയോരങ്ങളിലൊക്കെ സ്ത്രീകൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. ഒരു കാരണവശാലും നിസ്കാരം ഖളാ ആകുന്ന അവസരം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. നന്നായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ബന്ധമുള്ളവർക്ക് വേണ്ടിയിട്ട്, മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ സുഹൃതങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത് തഖ്വയോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ വളർത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.